വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 3-ലെ ഫണ്ടമെൻ്റൽ ഓഫ് എ സി സിസ്റ്റം അല്ലേ. അപ്പോൾ നമുക്ക് എ സി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു ജനറേഷൻ ഓഫ് എ സി സിസ്റ്റം, എന്തൊക്കെയാണ് എ സി സിസ്റ്റത്തിൽ വരുന്ന പാരാമീറ്റേഴ്സ്, അതായത് പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിൽ വരുന്ന വേറൊരു കേസസ് ആണ് സ്റ്റാർ ഡെൽറ്റ അല്ലേ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, സ്റ്റാറിൽ നിന്ന് എങ്ങനെ ഡെൽറ്റയിലേക്ക്, ഡെൽറ്റയിൽ നിന്ന് എങ്ങനെയാണ് സ്റ്റാറിലേക്ക്, 3 ഫേസ് സിസ്റ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആസ് പെർ സിലബസ് നമ്മുടെ PSC അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, question number 1, what is the peak to peak value voltage of 250 volt AC? അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ 500 വോൾട്ട്, ഓപ്ഷൻ ബി 707 വോൾട്ട്, ഓപ്ഷൻ സി 350 വോൾട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് വാല്യൂവിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. പീക്ക് ടു പീക്ക് വോൾട്ടേജ് പറഞ്ഞാൽ 2 ഇൻറ്റു പീക്ക് വാല്യൂ ആയിരിക്കും. അപ്പോൾ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഒരു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ RMS വാല്യൂ √2 ഇൻറ്റു എന്താണ് RMS വാല്യൂ ആയിരിക്കും, അതാണ് ഫോർമുല. എന്നാൽ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? VP/√2 ആയിരിക്കും അല്ലേ. സോ ആവറേജ് വാല്യൂ ഓഫ് എ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 എന്താണ് VP/π ആണ്. അപ്പോൾ ഇത്രയും ഫോർമുലകൾ നമ്മൾ ഓർത്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പീക്ക് വാല്യൂ ആണ്. എന്നാൽ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല? √2 VRMS ആണ്. എന്നാൽ RMS വാല്യൂ എന്ത് ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കാം? VP/√2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? 2 VP/π ആണ് ഫോർമുല. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? VRMS വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. VRMS വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 250 വോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 250 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. എന്ത്? VRMS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് VP കണ്ടുപിടിക്കണ്ടേ? VP = എന്താണ്? VP കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ്? ആലോചിച്ച് നോക്കിയേ. എന്താണ്? √2 VRMS ആണ് അല്ലേ. √2 VRMS ആണ്. അപ്പോൾ എന്താണ്? 250 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പീക്ക് ടു പീക്ക് അല്ലേ. അതായത് 2 ഇൻറ്റു √2 ഇൻറ്റു 250 ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? VP, അതായത് നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താണ്? 2 പീക്ക് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ പീക്ക് വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് പീക്ക് വാല്യൂ? എത്രയാണ്? √2 ഇൻറ്റു 250 ആണ്. സോ പീക്ക് ടു പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു √2 ഇൻറ്റു 250 ചെയ്യുമ്പോൾ നമുക്ക് നിയർലി എത്ര? 707 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 2 ഇൻറ്റു √2 ഇൻറ്റു 250 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആൻസർ കിട്ടും? 707 എന്ന് കിട്ടും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫോർമുലാസുകൾ നന്നായി നോക്കി പോവുക. ഓക്കെ, question number 2, the product of peak factor and form factor is equal to the ratio of, അതായത് പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് പീക്ക് ഫാക്ടർ ഇൻറ്റു ഫോം ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആവറേജ് വാല്യൂ ടു RMS വാല്യൂ, ഓപ്ഷൻ ബി RMS വാല്യൂ ടു ആവറേജ് വാല്യൂ, ഓപ്ഷൻ സി പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ, ഓപ്ഷൻ ഡി പീക്ക് വാല്യൂ ടു RMS വാല്യൂ. അപ്പോൾ എന്താണ് ഒരു ഫോം ഫാക്ടർ? എന്താണ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. അതുപോലെ തന്നെ എന്താണ്? പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ ആയിരിക്കും. എന്താണ്? പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൊഡക്റ്റ് ഓഫ് പീക്ക് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് എന്നാണ്. പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറിൻ്റെയും റേഷ്യോ എന്താണെന്നാണ്. അതായത് പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ ആയിരിക്കും. എന്താണ്? പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, question number 3, in an AC circuit the peak voltage is 388 volt, its effective voltage is, അതായത് ഒരു AC സർക്യൂട്ടിൽ പീക്ക് വോൾട്ടേജ് തന്നിട്ട് എത്രയാണ്? 388 വോൾട്ട് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 200 വോൾട്ട്, ഓപ്ഷൻ ബി 300 വോൾട്ട്, ഓപ്ഷൻ സി
275 വോൾട്ട്, ഓപ്ഷൻ ഡി 230 വോൾട്ട്. അപ്പോൾ എന്താണ് ഒരു എ സി സർക്യൂട്ടിലെ പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല? നമുക്കറിയാം ആർ എം എസ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? ആർ എം എസ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? എഫക്റ്റീവ് വാല്യൂ. നോട്ട് ദ പോയിന്റ്. ചില സമയത്ത് എഫക്റ്റീവ് വാല്യൂ വോൾട്ടേജ് ചോദിക്കാം, ചില സമയത്ത് എന്താണ് ആർ എം എസ് വാല്യൂ എന്നും ചോദിക്കാം. എന്താണ് ആർ എം എസ് വാല്യൂ എന്നും ചോദിക്കാം. അപ്പം ഇതിൽ എന്താണ് എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Vm/√2 ആണ് അല്ലേ? എന്താണ് എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? Vm/√2 ആയിരിക്കും. സോ Vm എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? Vm പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് Vm എന്ന് പറയുന്നത്? Vm = എത്രയാണ്? 388 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? വളരെ എളുപ്പമല്ലേ? എങ്ങനെയാണ്? 388 / √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 275 എന്ന് കിട്ടും. 275 വോൾട്ട് എന്ന് ആൻസർ കിട്ടുമെന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏതാണ്? 275 വോൾട്ട് എന്ന് കിട്ടും. Question number 4. In an AC circuit, the ratio of kilowatt by kVA represent. എന്താണ് ഒരു എ സി സർക്യൂട്ടിലെ kW/kVA? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ്? ഓപ്ഷൻ എ ഫോം ഫാക്ടർ, ഓപ്ഷൻ ബി പവർ ഫാക്ടർ, ഓപ്ഷൻ സി ലോഡ് ഫാക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ എന്താണ് ഈ kW/kVA എന്ന് പറയുന്നത്? പവർ ഫാക്ടറിനെയാണ് അല്ലേ? പവർ ഫാക്ടറിനെയാണ് എന്ത്? kW/kVA പറയുന്നത്. അതായത് റേഷ്യോ ബിറ്റ്വീൻ ട്രൂ പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ ആണ് എന്ത്? നമ്മുടെ പവർ ഫാക്ടർ. അപ്പോൾ ട്രൂ പവറിനെ kWയിൽ റെപ്രസെൻ്റ് ചെയ്യും, അപ്പാരൻറ്റ് പവറിനെ എന്താണ്? kVAയിൽ റെപ്രസെൻ്റ് ചെയ്യും. എന്നാൽ ഫോം ഫാക്ടർ പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ദി ആർ എം എസ് വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. ഫോം ഫാക്ടർ പറഞ്ഞാൽ എന്താണ്? ആർ എം എസ് വാല്യൂ ടു ആവറേജ് വാല്യൂ. ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. ലോഡ് ഫാക്ടർ പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ഓവർ എ ഗിവൺ പീരീഡ് ടു എ മാക്സിമം ഡിമാൻഡ് പീക്ക് ലോഡ് ഒക്കറിങ് ഇൻ ദാറ്റ് പീരീഡിനെയാണ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ പറയുമ്പോൾ എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ടു മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സെക്ഷനെയാണ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. Question number 5. In alternating current, the direction and magnitude of current varies. എങ്ങനെയാണ്? ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ആ കറണ്ടിൻ്റെ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ റാൻഡംലി, ഓപ്ഷൻ ബി പീരിയോഡിക്കലി, ഓപ്ഷൻ സി എക്സ്പൊണൻഷ്യലി, ഓപ്ഷൻ ഡി ഡു നോട്ട് വേരി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വേണ്ടത്? ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഡയറക്ഷൻ അത് പീരിയോഡിക്കലി ആയിരിക്കും കേട്ടോ. അതായത് ഇലക്ട്രിക്കൽ കറണ്ട് രണ്ട് വേസിലാണ് ഫ്ലോ ചെയ്യുക. ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇലക്ട്രിക്കൽ കറണ്ടിന് ഒന്ന് ആൾട്ടർനേറ്റിംഗും ഉണ്ട്, അതുപോലെ എന്താണ്? ഒന്ന് ഡി സി, എ സി അല്ലെങ്കിൽ ഡി സി. ഡയറക്റ്റ് കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക? ഒരൊറ്റ ഡയറക്ഷനിലേക്ക് അല്ലേ? അതായത് പീരിയോഡിക്കലൊന്നും അല്ല. എങ്ങനെയായിരിക്കില്ലേ നമ്മുടെ ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുക? എന്നാൽ ആൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത് വിത്ത് റെസ്പെക്ട് ടു പീരിയോഡിക്കൽ സൈൻ വേവ് പോലെ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എന്താണ്? പീരിയോഡിക്കലി ആയിട്ട് അത് എന്ത് ചെയ്യും? മാറും അല്ലേ? വിത്ത് റെസ്പെക്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് ഹൂസ് ഡയറക്ഷൻ ചേഞ്ചസ് പീരിയോഡിക്കലി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുക? എ സി കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട്? രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എ സി ഉണ്ട്, അതുപോലെ ഡി സി ഉണ്ട്. ഡി സി എങ്ങനെയാണ്? ഒറ്റ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. എ സി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ചേഞ്ചസ്, അതായത് ഡയറക്ഷൻ ചേഞ്ചസ് പീരിയോഡിക്കലി എന്നാണ് പറയുന്നത്. ഓക്കെ. Question number 6. The peak value of AC is 2√2 amps. Its RMS value will be option A 1 amps, option B 2 amps, option C 4 amps, option D 0. അപ്പോൾ എന്താണ് പീക്ക് വാല്യൂ ഓഫ് ഒരു എ സി സർക്യൂട്ടിൻ്റെ പീക്ക് വാല്യൂ തന്നെ എത്രയാണ്? 2√2 amps ആണ്. എത്രയാണ്? 2√2 amps ആണ്. എന്നാൽ അതിൻ്റെ RMS വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? RMS വാല്യൂ പറയുമ്പോൾ എന്താണ്? I0/√2 അല്ലേ? അതായത് പീക്ക് കറണ്ട് ബൈ എന്താണ്? പീക്ക് കറണ്ട് ബൈ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം പീക്ക് കറണ്ട് ബൈ √2 RMS വാല്യൂവിൻ്റെ ഇതെടുക്കുമ്പോൾ. അപ്പോൾ പീക്ക് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വാല്യൂ തന്നിട്ടുള്ളത്? ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? പീക്ക് കറണ്ടിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞേ. പീക്ക് കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? 2√2 ബൈ എന്താണ്? √2 ചെയ്യുമ്പോൾ √2 ക്യാൻസൽ ആവും. എത്രയാണ് കിട്ടുന്ന RMS വാല്യൂ? 2 ആണ് നമ്മുടെ RMS വാല്യൂ. കറണ്ട് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഇവിടെ 2 amps ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 7. If an alternating current is represented by I = 10 sin 340t,
where t is in second, where the frequency is around. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് തന്നിട്ടുണ്ട്? ഒരു ആൾട്ടർനേറ്റിംഗ് കറൻറ്റിൽ ഐൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 sin 340 t ആണെങ്കിൽ where t is in സെക്കൻഡിലാണ് തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? അതിൻ്റെ ഫ്രീക്വൻസി അറൗണ്ട് ഈസ് എങ്ങനെയായിരിക്കും എന്നാണ്. ഓപ്ഷൻ എ 40 ഹെർട്സ്, ഓപ്ഷൻ ബി 50 ഹെർട്സ്, ഓപ്ഷൻ സി 60 ഹെർട്സ്, ഓപ്ഷൻ ഡി 70 ഹെർട്സ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് അല്ലേ? ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയായിരിക്കും? അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് എ കറൻറ്റ് ദാറ്റ് ഫ്ലോ ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ പീരിയോഡിക്കലി. അപ്പോൾ ഒരു ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ നോട്ട് സൈൻ ഒമേഗ ടി ആണ്. നോക്കിയേ, ജനറൽ ഇക്വേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഐ ഈക്വൽ ടു എന്താണ്? ഐ നോട്ട് സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ എന്താണ്? ഒമേഗയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 2πf കൊടുക്കാം അല്ലേ? ഒമേഗയുടെ വാല്യൂ എന്താണ്? 2πf അല്ലേ? 2πf ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ 2πf ടി എന്ന് കൊടുക്കാം. അതിൽ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് കറന്റ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്, ഐ എന്ന് പറയുന്നത് കറന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഐ ഈക്വൽ ടു 10 sin 340 ടി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷനും നമ്മുടെ ജനറൽ എ സി ഇക്വേഷനുമായി കമ്പയർ ചെയ്തേ. അപ്പോൾ എന്താണ് ജനറൽ എ സി ഇക്വേഷൻ? എന്താണ്? ഐ ഈക്വൽ ടു ഐ സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ ഐ നോട്ട് പറഞ്ഞാൽ എന്താണ്? 10 ആണ് തന്നിട്ടുള്ളത്. ഒമേഗ പറഞ്ഞാൽ 350, ഒമേഗ പറഞ്ഞാൽ 2πf ആണ്, നമുക്കറിയാലോ. അപ്പോൾ 2πf എന്ന് പറയുന്നത് 340 ആണ്. അപ്പോൾ 2 × 340 എഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്ത് കൊടുക്കുമ്പോൾ 3.14, അതായത് പൈൻ്റെ വാല്യൂ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ഫ്രീക്വൻസി പറയുമ്പോൾ 2πf അല്ലേ? 2πf ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 340 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പൈൻ്റെ വാല്യൂ എത്രയാണ്? 2 × 3.14. പൈൻ്റെ വാല്യൂ ഫ്രീക്വൻസി ഈക്വൽ ടു എത്രയാണ്? 340 എന്ന് കിട്ടില്ലേ? 340 എന്ന് കിട്ടി. ഇതിന് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എത്രയാണ്? 100/2 എന്നാണ് ഫ്രീക്വൻസി പറയുന്നത്. ഫ്രീക്വൻസി ഈക്വൽ ടു എന്താണ്? ഫ്രീക്വൻസി ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുന്നത്? 100/2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 50 ഹെർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 50 ഹെർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ. Question number 8. Which of the following value of current is minimum for the alternating current? താഴെ തന്നിട്ടുള്ളതിൽ ഏത് കറണ്ടിൻ്റെ വാല്യൂ മിനിമം ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഏതാണെന്നാണ്. ഓപ്ഷൻ എ പീക്ക് വാല്യൂ, ഓപ്ഷൻ ബി RMS വാല്യൂ, ഓപ്ഷൻ സി മീൻ വാല്യൂ, ഓപ്ഷൻ ഡി പീക്ക് വാല്യൂ, RMS ആൻഡ് മീൻ വാല്യൂ ആർ ഈക്വൽ ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്. അപ്പോൾ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് കറണ്ട് ഈസ് മിനിമം ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നത് ഏതാണ്? മീൻ വാല്യൂ ആണ് കേട്ടോ. മീൻ വാല്യൂ, അതായത് പീക്ക് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ദ മാക്സിമം. പീക്ക് വാല്യൂ പറഞ്ഞാൽ എന്താണ്? അതൊരു മാക്സിമം വാല്യൂ ആണ് അല്ലേ? അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എന്താണ്? ദ മാക്സിമം വാല്യൂ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഏതാണെന്ന് അറിയാം അല്ലേ? ഏതാണ് പീക്ക് വാല്യൂയിൽ കാണുന്നത്? ഇവിടെ അല്ലേ? പീക്ക് വാല്യൂയിൽ കാണുന്നത്. അപ്പോൾ എന്താണ്? പീക്ക് വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് എ മാക്സിമം വാല്യൂ അറ്റൈൻഡ് ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. സോ RMS വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I peak/2 ആണ് അല്ലേ? അപ്പോൾ ദ മീൻ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് 0. സോ ദ മീൻ വാല്യൂ ഈസ് മിനിമം. അപ്പോൾ ഏതാണ് മിനിമം? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് മിനിമം ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്? അപ്പോൾ ഏത് വാല്യൂ ആണ് മിനിമം ആയിട്ട് വരുന്നത്? നമ്മുടെ മീൻ വാല്യൂ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9. If wattless current flow in the AC circuit, then the circuit is option A purely resistive circuit, option B purely inductive circuit, option C LCR series circuit, option D RC series circuit. അപ്പോൾ എന്താണ്? ഒരു വാട്ട്ലെസ് കറണ്ട് ഒരു AC സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിൽ സർക്യൂട്ടിൽ എന്താണ് പറയുന്നത്? അത് എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും? അപ്പോൾ വാട്ട്ലെസ് കറണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ഒരു വാട്ട്ലെസ് കറണ്ട്? when in a circuit there is only a capacitor or inductor, power dissipation became 0 even though current is flowing through it. അങ്ങനെയുള്ള ഇനിയാണ് നമ്മൾ എന്ത് പറയുക? വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സർക്യൂട്ടിൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ അല്ലേ? അപ്പോൾ പവർ ഡെസിപ്പേഷൻ എന്താണ്? അവിടുത്തെ പവർ ഡെസിപ്പേഷൻ എങ്ങനെയായിരിക്കും? 0 ആകും. സോ ഈവൻ ദോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൽ ആണെങ്കിൽ കൂടിയും അവിടുത്തെ പവർ ഡെസിപ്പേഷൻ വന്നിട്ട് എന്താണ്? 0 ആയിരിക്കും. അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് സാധാരണ വാട്ട്ലെസ് കറണ്ട് ഹാപ്പൻ ആവുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ്. ഓക്കെ. അപ്പോൾ വാട്ട്ലെസ് കറണ്ട് ഒക്കർ ഇൻ എ സർക്യൂട്ട് വെൻ ദ പവർ ഡിസിപ്പേഷൻ ഈസ്
0 അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട, കാരണം വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ് ഹാപ്പൻ ആവുന്നത് നോക്കുക. എവിടെയാണ് നമ്മുടെ പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ എന്താണ് പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലാണ് എന്തുണ്ടാവുന്നത്, ഈ വാട്ട്ലെസ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇഫ് വാട്ട്ലെസ് കറണ്ട് ഫ്ലോ ഇൻ AC സർക്യൂട്ട് ആണെങ്കിൽ ആ സർക്യൂട്ട് എന്തായിരിക്കും, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. എന്ത് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആയിരിക്കും, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. Question number 10. The current in the inductor is, ഇൻഡക്ടറിലൂടെ പോകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ lags the voltage by pi by 2, ഓപ്ഷൻ ബി leads the voltage by pi by 2, ഓപ്ഷൻ സി lags the voltage by pi, ഓപ്ഷൻ ഡി leads the voltage by p. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത്? ഇൻഡക്ടർ എപ്പോഴും കറണ്ടിനെ എന്താണ് ലാഗ് ചെയ്യും അല്ലേ, ഇൻഡക്ടർ കറണ്ട് ലാഗ്, ഇൻഡക്ടർ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ കപ്പാസിറ്റർ എന്താണ്, വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു റെസിസ്റ്റീവ് ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് എങ്ങനെയായിരിക്കും, സെയിം ഫേസിലായിരിക്കും. സോ അവിടെ എന്താണ്, we can say there is no log between current and voltage. അതായത് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അതിലെ വോൾട്ടേജും കറണ്ടും എന്താണ് ഇൻ ഫേസ് ആയതുകൊണ്ട് അവിടെ എന്താണ് ലാഗുകളൊന്നും ഉണ്ടാവില്ല. there is no lag between current and voltage എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇൻഡക്ടർ ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതെന്താ ചെയ്യുക, ലാഗ് ദ വോൾട്ടേജ് ബൈ pi by 2 90 അല്ലേ, ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കപ്പാസിറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ആയിരിക്കും മനസ്സിലാക്കി വെക്കുക. Question number 11. The ratio of inductive reactance and capacitive reactance in an AC circuit is, എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെയും കപ്പാസിറ്റൻസ് റിയാക്ടൻസിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി ഒമേഗ സി സ്ക്വയർ, ഓപ്ഷൻ സി ഒമേഗ സ്ക്വയർ എൽ, ഓപ്ഷൻ ഡി ഒമേഗ സ്ക്വയർ എൽ സി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ, ഒമേഗ സ്ക്വയർ എൽ സി ആണ് കേട്ടോ. എന്തുകൊണ്ടാണ്, ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XL ഈക്വൽ ടു എന്താണ്, എൽ ഒമേഗയാണ്. അതുപോലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XCൻ്റെ ഫോർമുല എന്താണ്, 1/C ഒമേഗ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു AC സർക്യൂട്ടിലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെയും കപ്പാസിറ്റൻസ് റിയാക്ടൻസിൻ്റെയും റേഷ്യോ ആണ്, അതായത് XL by XC ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എൽ ഒമേഗ ബൈ 1/C ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒമേഗ സ്ക്വയർ എൽ സി ആണ്. എന്താണ്, ഒമേഗ സ്ക്വയർ എൽ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ. Question number 12. Calculate the quality factor Q for the RLC circuit having R equal to 10 ohm, C equal to 30 microfarad and L equal to 27 millihenry. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Q ഒരു RLC സർക്യൂട്ടിൻ്റെ എന്താണ്, റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, Q ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 15. അപ്പോൾ എന്താണ്, 6 കണ്ടിട്ടുണ്ട്, 10 ഓം, സി 30 മൈക്രോഫാരഡ്, അതിന് ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13 × 10⁻⁻6 ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 25 മില്ലി ഹെൻറി, അതായത് 10⁻³ ഹെൻറി ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ പറഞ്ഞാൽ എന്താണ്, ഒമേഗ എൽ ബൈ ആർ ആണ്. അപ്പോൾ 1/R × √LC വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. അതായത് 1/10, 6 പറഞ്ഞാൽ 10 അല്ലേ, 1/10 × എന്താണ് 27 × 10⁻³ ഡിവൈഡഡ് ബൈ 13 × 10⁻⁻6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 × 10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും അല്ലേ. ആൻസർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല, Q ഈക്വൽ ടു 1/R × √LC എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് എന്താണ് 1/R × √LC നമ്മൾ കണ്ടിട്ടില്ലേ. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എല്ലാ വാല്യൂസും ഉണ്ട്. ആറിൻ്റെ വാല്യൂ 10 ആണ്, എല്ലിൻ്റെ വാല്യൂ 27 മില്ലി ഹെൻറി ഉണ്ട്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 30 മൈക്രോഫാരഡ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. Question number 13. When an AC source is connected across a resistor, ഒരു AC source ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ, the current lags behind the voltage in phase. ഓപ്ഷൻ ബി, the current and the voltage are in same phase. ഓപ്ഷൻ സി, the current leads the voltage in phase. ഓപ്ഷൻ ഡി, none of the above. എന്താണ് സംഭവിക്കുന്നത്? ഒരു AC സർക്യൂട്ട് റെസിസ്റ്റർ, AC സർക്യൂട്ട് across എന്താണ്, AC source is connected across a resistor എന്ന് പറയുമ്പോൾ എന്താണ്, the direction of current flowing through the resistor in an AC circuit
സർക്യൂട്ട് ഹാസ് നോ എഫക്റ്റ് ഓൺ ദെയർ ബിഹേവിയർ എന്നാണ്. അപ്പോൾ എന്താണ് റൈസ് ഓഫ് ഫാളോ അല്ലെ വോൾട്ടേജ് എന്താണ് പറയുന്നത് therefore there will rise and fall as a voltage rise and fall എന്നാണ് പറയുന്നത്. അപ്പോൾ at the same time the current and voltage hit the maximum അതായത് decreases through zero and reach the minimum maximum എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്ററിൽ the current and voltage are in same phase ആയിരിക്കും. അതുപോലെ ഒരു ഇൻഡക്ടറിൽ എന്താണ് the current lags voltage by 90 degree ആയിരിക്കും. അതുപോലെ കപ്പാസിറ്റർ സർക്യൂട്ടിലാണെങ്കിൽ എന്തായിരിക്കും കറന്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ആയിരിക്കും. ആ ഒരു പോയിന്റുകൾ ഓർത്ത് വെക്കുക. അപ്പോൾ റെസിസ്റ്റർ സർക്യൂട്ടിൽ എന്താണ് കറന്റ് ആൻഡ് വോൾട്ടേജ് എന്താണ് ഇൻ ഫേസ് അല്ലെങ്കിൽ സെയിം ഫേസിലായിരിക്കും. ഇൻഡക്ടറിലാണെങ്കിൽ കറന്റ് എന്ത് ചെയ്യും ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ കപ്പാസിറ്ററിൽ എങ്ങനെയായിരിക്കും ദ കറന്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു എ സി സോഴ്സ് കണക്റ്റഡ് ഇൻ അക്രോസ് എ റെസിസ്റ്ററിൽ എങ്ങനെയാണ് കറന്റ് ആൻഡ് വോൾട്ടേജ് ഇൻ സെയിം ഫേസ് അല്ലെങ്കിൽ എന്താണ് ഇൻ ഫേസിലായിരിക്കും ഓർത്ത് വെക്കുക. ഓക്കെ. Question number 40. An AC source is connected to a resistive circuit. Which of the following is true? അപ്പോൾ ഇതിലെന്താണ് എ സി സോഴ്സിൽ ഈസ് കണക്റ്റഡ് ഇൻ എ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ താഴെ തന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ട്രൂ? ഓപ്ഷൻ എ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ആൻഡ് ബോത്ത് ആർ ഇൻ സെയിം ഫേസ്. ഓപ്ഷൻ ബി കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് ബോത്ത് ആർ ഇൻ ദ സെയിം ഫേസ്. ഓപ്ഷൻ സി കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോവ് മേ ബി ട്രൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു എ സി ഈസ് കണക്റ്റഡ് ഇൻ എ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറന്റ് ആൻഡ് വോൾട്ടേജ് സെയിം ഫേസ്. ഞാൻ വീണ്ടും പറയുന്നില്ല, അതേ കാര്യം തന്നെയാണ്. അതിന് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം അല്ലേ. അതായത് ഇ എം എഫ് ആൾട്ടർനേറ്റിംഗ് ഇ എം എഫിനെ സർക്യൂട്ട് എന്താണ് ഇ നോട്ട് സൈൻ ഒമേഗ ടി ആണ്. അത് കറന്റ് ആണെങ്കിലോ ഐ നോട്ട് സൈൻ ഒമേഗ ടി ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം കറന്റും വോൾട്ടേജും എങ്ങനെയാണ് സെയിം ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഫേസർ ഡയഗ്രാം എടുത്താലും നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിലും അതെന്താണ് സെയിം ഫേസിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. Question number 50. In a balanced star connector, ratio of a magnitude of the line voltage and magnitude of the phase voltage is option A √2, option B √3, option C 1/√3, option D 1/√2. അപ്പോൾ ഒരു സ്റ്റാർ കണക്ടറിൽ നമ്മൾ പറഞ്ഞില്ലേ ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ എന്താണ് റേഷ്യോ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലൈൻ വോൾട്ടേജ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫേസ് വോൾട്ടേജ് എങ്ങനെയാണ്? അപ്പോൾ ഒരു സ്റ്റാർ കണക്ടറിൽ എന്താണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് VL/√3 ആണ്. അതുപോലെ hence the magnitude of line voltage to the magnitude of phase voltage എപ്പോഴും എങ്ങനെയായിരിക്കും √3 ആയിരിക്കും. അതായത് IL = I phase ലൈൻ വോൾട്ടേജ് = ഫേസ് വോൾട്ടേജ് ആയിരിക്കും എന്തിൽ സ്റ്റാർ കണക്ടറിൽ. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്താണ് VL/√3 ആണ്. അതേസമയം ഒരു ഡെൽറ്റ കണക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ് I phase എന്താണ് IL/√3 ആണ്. സോ VL = V phase തന്നെയാണ്, IL = I phase തന്നെയാണ് വരുന്നത് അതിനകത്ത്. ഡെൽറ്റയിൽ വോൾട്ടേജുകൾ ഈക്വൽ ആയിരിക്കും, സ്റ്റാറിൽ കറണ്ടുകൾ. അതായത് സ്റ്റാർ എന്ന് പറയുമ്പോൾ I ലൈൻ വോൾട്ടേജ് = ഫേസ് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് എന്താണ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, രണ്ടും മാറിപ്പോകരുത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷനിൽ എന്താണ് റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലൈൻ വോൾട്ടേജ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫേസ് വോൾട്ടേജ് എപ്പോഴും എന്താണ് ആൻസർ വരുന്നത് √3 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 16. The resonant frequency of RLC circuit is equal to ഒരു റെസിസ്റ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ടിലെ റെസൊണന്റ് ഫ്രീക്വൻസി എന്തിന് ഈക്വൽ ആയിരിക്കും? ഓപ്ഷൻ എ 1/LC, ഓപ്ഷൻ ബി 1/LC², ഓപ്ഷൻ സി 1√LC, ഓപ്ഷൻ ഡി 1/√LC². അപ്പോൾ എന്താണ് LC അല്ലേ? അപ്പോൾ എന്താണ് ഒരു സീരീസ് LCR സർക്യൂട്ട് അല്ലെങ്കിൽ RLC സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസ് എങ്ങനെയാണ് √R² + XL - XC² ആണ് അല്ലേ. അതുപോലെ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എടുക്കുമ്പോഴോ XL = L ഒമേഗയാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിലോ SC = 1/C ഒമേഗയാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ റെസൊണൻസ് വിൽ ബി ടേക്ക് പ്ലേസ് വെൻ XL = എപ്പോഴാണ് റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് = കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആകുമ്പോഴാണ് അല്ലേ. സോ L ഒമേഗ = 1/C ഒമേഗയാണ്. അപ്പോൾ ഒമേഗ പറയുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്? നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ = എന്താണ് 1/√LC ആയിരിക്കും. എന്തായിരിക്കും 1/√LC ആണ്. ഓക്കെ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ.
Question number 17. If three resistors of each having 20 ohm resistance are connected in delta with 500 volt supply, then the current in each resistance dash line current. Option A 25 amps, option B 14.4 amps, option C 43.3 amps, option D none of the above. ഒരു മൂന്ന് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഓരോ റെസിസ്റ്ററും എത്രയാണ്? 20 ഓം റെസിസ്റ്റൻസ് ആണ്. അത് കണക്ട് ചെയ്തിട്ടുള്ള ഫോം എങ്ങനെയാണ്? ഡെൽറ്റയിലാണ്. അതിന്റെ വോൾട്ടേജ് എന്താണ് തന്നിട്ടുള്ളത്? 500 വോൾട്ട് ആണെങ്കിൽ then the current in each resistance is dash line current ആണ്. അപ്പോൾ തന്നത് എന്താണ്? ലൈൻ വോൾട്ടേജ് 500 ഉണ്ട്. ഫേസ് വോൾട്ടേജ് എന്താണ്? 500. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണല്ലോ. എന്തിൽ നമ്മുടെ എന്താണ് ഇത് ഏത് കണക്ഷൻ ആണ് നോക്കാം? ഡെൽറ്റയാണ് അല്ലേ? അപ്പോൾ ഫേസ് കറന്റ് എന്താണ്? ഐ ഫേസ് ഈക്വൽ ടു വി ഫേസ് ബൈ ആർ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫേസ് വി ഫേസ് എന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നമുക്ക് എന്താണ്? 25 ആംപ്സ് എന്ന് കിട്ടും. ലൈൻ കറന്റ് എന്താണ്? √3 ഐ ഫേസ് ആണ്. ഫോമിലേക്ക് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? 43.3 ആംപ്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ നമുക്കറിയാം വി എൽ ഈക്വൽ ടു √3 വി ഫേസ് ആണ്, ഐ എൽ ഈക്വൽ ടു ഐ ഫേസ് ആണ് അല്ലേ? അതുപോലെ ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ അത് നോക്കി വെക്കാം. വി എൽ ഈക്വൽ ടു വി ഫേസ് ആണ്, ഐ എൽ ഈക്വൽ ടു √3 ഐ ഫേസ് ആണ്. വി എൽ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്, വി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ആണ്, ഐ എൽ ഈക്വൽ ടു ലൈൻ കറന്റ് ആണ്, ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫേസ് കറന്റ് ആണ്. നമുക്ക് എന്താണ് ഈ ഒരു ഫോർമുല കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോർമുല, അതായത് സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോർമുല നമ്മൾ ഓർത്ത് വെക്കുക. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് 40. അതായത് ഐ ഫേസ് ഈക്വൽ ടു എന്താണ്? വി ഫേസ് ബൈ ആർ ആണ്. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 20 25 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എന്താണ്? ഐ എൽ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ലൈൻ കറന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 43.3 ആംപ്സ് ആയിരിക്കും. എത്രയാണ്? 43.3 ആംപ്സ് ആയിരിക്കും. എങ്ങനെയാണ്? √3 ഇൻറ്റു എത്ര വരും? √3 ഇൻറ്റു 25 ചെയ്താൽ മതി. √3 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 43.3 എന്ന് കിട്ടും. എത്രയാണ്? 43.3 എന്ന് കിട്ടും. നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. ഇൻ സ്റ്റാർ കണക്ഷൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്ന ഇതിൽ ഏത് ആണ് ഒരു സ്റ്റാർ കണക്ഷൻ റിലേറ്റഡ് ആയിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓപ്ഷൻ 1 വി എൽ ഈക്വൽ ടു √3 വി പി ആൻഡ് ഐ എൽ ഈക്വൽ ടു 3 ഐ പി. ഓപ്ഷൻ 2 വി എൽ ഈക്വൽ ടു √3 വി പി ആൻഡ് ഐ എൽ ഈക്വൽ ടു ഐ പി. ഓപ്ഷൻ 3 √3 വി എൽ ഈക്വൽ ടു വി പി ആൻഡ് ഐ എൽ ഈക്വൽ ടു 3 ഐ പി. ഓപ്ഷൻ 4 വി എൽ ഈക്വൽ ടു വി പി ആൻഡ് ഐ എൽ ഈക്വൽ ടു √3 ഐ പി എന്നാണ്. അപ്പോൾ ഒരു സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും റിലേഷൻ? വോൾട്ടേജുമായിട്ട് വി എൽ ഈക്വൽ ടു √3 വി പി എച്ച് ആയിരിക്കും. അതുപോലെ കറന്റ് ആണെങ്കിൽ എന്താണ്? ഐ എൽ ഈക്വൽ ടു ഐ പി എച്ച് ആയിരിക്കും. ഡെൽറ്റ കണക്ഷന്റെ കേസിൽ എങ്ങനെയാണ്? വി എൽ ഈക്വൽ ടു വി പി എച്ച് ആയിരിക്കും, ഐ എൽ ഈക്വൽ ടു എന്താണ്? √3 ഐ പി എച്ച് ആയിരിക്കും. സോ വി എൽ എന്ന് പറയുന്നത് എന്താണ്? √3 വി പി ആൻഡ് ഐ എൽ ഈക്വൽ ടു ഐ പി ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? വി എൽ ഈക്വൽ ടു ഏതാണ്? √3 വി പിയും ഐ എൽ ഈക്വൽ ടു ഐ പി ആണ്. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 19. The line voltage in delta connection is equal to, അതായത് ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് എങ്ങനെയാണെന്നാണ്. എന്താണ്? 1/3 ഫേസ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ഫേസ് വോൾട്ടേജ്, ഓപ്ഷൻ സി √3 ഫേസ് വോൾട്ടേജ്, ഓപ്ഷൻ ഡി 3 ഫേസ് വോൾട്ടേജ്. അപ്പോൾ ഒരു ലൈൻ വോൾട്ടേജ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു ഡെൽറ്റ കണക്ഷൻ ഓർത്ത് വയ്ക്കുക. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? ഫേസ് വോൾട്ടേജ് തന്നെയാണ്. അപ്പം ഇതൊക്കെ വീണ്ടും പറയുന്നില്ല. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? ഫേസ് വോൾട്ടേജ് ആണ്. ലൈൻ കറന്റ് ഈക്വൽ ടു എന്താണ്? √3 ഫേസ് കറന്റ് ആണ്. സ്റ്റാർ കണക്ഷനിൽ എങ്ങനെയാണ്? ലൈൻ കറന്റ് ഈക്വൽ ടു ഫേസ് കറന്റ് ആയിരിക്കും. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? √3 ഫേസ് വോൾട്ടേജ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം കേട്ടോ. Question number 20. What is the value of a line voltage in kV of a three-phase delta connected system having a phase voltage of 3.3 kV? Option A 1.1, option B 2.1, option C 3.3, option D 5.7. അപ്പോൾ എന്താ ചോദിച്ചുള്ളത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലൈൻ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ലൈൻ വോൾട്ടേജിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അത് ഏതാണ്? എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ നോക്കിയേ? എങ്ങനെയാണ്? 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ഫേസ് വോൾട്ടേജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? ഹാവിങ് എ ഫേസ് വോൾട്ടേജ് 3.3 kV എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്ന ഒരു കേസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? ഫേസ് വോൾട്ടേജ് ആണെന്ന് അറിയാലോ. വളരെ സിമ്പിൾ ആണ് അല്ലേ? ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്. സോ അതെന്താണ്? ലൈൻ വോൾട്ടേജ് ഓൾറെഡി എന്താണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫേസ് വോൾട്ടേജ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. എത്രയാണ്? 3.3. അപ്പോൾ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആകുമ്പോൾ എന്താണ്? 3.3
3.3 kV ഡയറക്റ്റ് ആയിട്ട് എഴുതി കൂടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർ കണക്ഷനിൽ വീണ്ടും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ടേബിൾ നന്നായി നോക്കി പോവുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കൺവേർഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഒരു AC ഫണ്ടമെൻ്റൽ ഓഫ് AC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസും എല്ലാ വാല്യൂസും നമ്മൾ ഇതിൽ നോക്കി പോകണം. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല അല്ലേ. നമ്മുടെ ഫോം ഫാക്ടർ ആണെങ്കിലും പീക്ക് ഫാക്ടർ ആണെങ്കിലും RMS വാല്യൂ എന്നൊക്കെ എപ്പോഴും എന്താണ് PSK ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ആ ഭാഗങ്ങളൊക്കെ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന റിലേഷൻ, അതായത് ഓരോ വാല്യൂസ് ഓരോ പോയിന്റ് വെച്ചിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർക്ക് നന്നായി നോക്കി പോവുക. കാരണം അങ്ങനെ ഓരോ എവരി പോയിന്റ് എന്നാണ്, ഇപ്പോൾ ഓരോന്നിനും സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ എന്താണ് ഇതിൽ പ്രോബ്ലംസും എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ എങ്ങനെയാണ് സ്റ്റാർ എന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.